ഒമാനിലെ പ്രളയത്തിൽ 3 മലയാളികൾ മരിച്ചു. പാലക്കാട് തൃത്താല സ്വദേശികളായ തച്ചറത്തൊടിയിൽ യൂസഫ്, മാതാവ് റംല, കൊറ്റപ്പാടം സ്വദേശി മാളിയേക്കൽ ഷംല എന്നിവരാണ് മരിച്ചത്. ഷാരിഖ് നവാസ് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷാരിഖ്, വേദനാജനകമായ ഒരു വാർത്തയാണ്. ഒമാനിൽ പ്രളയത്തിൽ 3 പേർ മരിച്ചിരിക്കുന്നു. പാലക്കാട് സ്വദേശികളാണ്. ഷാരിഖ്, എന്താണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, വലിയ വേദനാജനകമായ വാർത്ത തന്നെയാണ്. അങ്ങ് സൂചിപ്പിച്ച പോലെ വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം പെരുന്നാൾ ആഘോഷത്തിന് വാഹനത്തിൽ സഞ്ചരിക്കുകയാണ് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട് പാലക്കാട് തൃത്തേല സ്വദേശികളായ 2 പേർ മരിച്ചത്. ഇതിലെ ഈ നേരത്തെ പറഞ്ഞ പോലെ റംല ഇപ്പോഴും കാണാനില്ല, അതായത് ഈ ഒഴുക്കിൽപ്പെട്ട് കാണാനില്ല എന്നാണ് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ മരണം അല്ലെങ്കിൽ ഇവരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിൽ ഇവരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇവരെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഒഴുക്കിലാകപ്പെട്ട് ഇവരെ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. മരിച്ചത് കൂറ്റനാട് സ്വദേശിയായ തച്ചറത്തൊടി യൂസഫ് 38 വയസ്സ്, പട്ടിത്തറ കൊറ്റപ്പാടം സ്വദേശി മാളിയേക്കൽ ഷംല എന്നിവരാണ് പെട്ടെന്നുണ്ടായ പൊടുന്നനെയുണ്ടായ പ്രളയത്തിലകപ്പെട്ട് മരിച്ചത്. ഇവർ 2 കുടുംബങ്ങൾ ചേർന്ന് ഒരു വാഹനത്തിൽ, അതായത് ഒരു കാറിൽ 9 പേർ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മലവെള്ളപ്പാച്ചിൽ ഇരമ്പിയെത്തിയത്. ഈ വാഹനം ഇതിൽ അകപ്പെടുകയായിരുന്നു. ഇവരെ മുങ്ങി മരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലെ കുട്ടികൾ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ ഇതിൽ അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇതിൽ 2 പേർ അതിദാരുണമായി മരിക്കുകയായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ 6 പേരെയാണ് ഈ കാറിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിൽ മരണപ്പെട്ട ഷംല തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മാളിയേക്കൽ ബാവയുടെ മരുമകളാണ് ഈ മരിച്ച ഷംല. ഇതിലെ ഈ ലുബിഷാദ്, അതായത് അവിടെ ഇൻകാസിന്റെ കോൺഗ്രസിന്റെ സംഘടനയായ ഇൻകാസിന്റെ നേതാവാണ് ലുബിഷാദ്. അതുപോലെ ഇതിൽ മരിച്ച യൂസഫും. ഇവർ 2 കുടുംബങ്ങളാണ് ഈ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ഈ മിന്നൽ പ്രളയം ഇവരുടെ ജീവൻ അപഹരിച്ചത്. ഇതിൽ വലിയൊരു ആശ്വാസം എന്തെന്ന് പറയുന്നത്, ഇതിൽ കുട്ടികൾ, ഈ 6 കുട്ടികളെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ആശ്വാസം കൂടെ ഈ വാർത്തയിൽ നമുക്ക് പറയാനുണ്ട്. എന്നാൽ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ റംലയ്ക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ കുടുംബത്തിനും അത്തരത്തിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം ഇതിന്റെ മറ്റു സ്ഥിരീകരണങ്ങളും മറ്റു വിശദാംശങ്ങളും ലഭിക്കുമെന്നാണ് ഗോപികൃഷ്ണൻ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.